ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVSലെ 6th ചാപ്റ്റർ ആണ് കേട്ടോ. മാർവൽസ് ഓഫ് സ്കൈ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതില് ആകാശത്തിലെ ചില കാഴ്ചകളെ കുറിച്ച്, അതുപോലെ മാസങ്ങളെ കുറിച്ച്, വർഷങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി EVSന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD4 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കാം. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് കണ്ടോ, മനോഹരമായിട്ടുള്ള ഒരു ആകാശ കാഴ്ചയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ അവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, ഒരു 4 വരി കവിത. കടലിനപ്പുറം എങ്ങോ പോയി സൂര്യൻ താണു മറയുമ്പോൾ മാനത്തമ്പിളി പൂത്തുവിടരും ചുറ്റും താരകൾ മിന്നുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? കടലിന്റെ അപ്പുറത്ത് എങ്ങോ പോയിട്ട് സൂര്യൻ മറയാണ്. എപ്പോഴാ സൂര്യൻ മറയാ? സന്ധ്യാസമയത്ത്, വൈകുന്നേരമല്ലേ? അങ്ങനെ മറയുന്ന സമയത്ത് എന്താവുന്നു? മാനത്ത്, ആകാശത്ത് അമ്പിളി പൂക്കുന്നു, നിലാവ് വരുന്നു, ചന്ദ്രൻ വരുന്നു, പിന്നെ ചുറ്റും താരകൾ മിന്നുന്നു, ചുറ്റും നക്ഷത്രങ്ങളും തിളങ്ങുന്നു. അപ്പോ പകല് പോയി രാത്രി കാഴ്ചയാവുമ്പോ ആകാശം വേറെ തന്നെ ഒരു ഭംഗിയാണല്ലേ. പകല് നമുക്ക് സൂര്യനെ കാണാം, രാത്രി അവിടെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാം. അതിന് താഴെ നമ്മോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹാവ് യു ഒബ്സർവ് ദ സ്കൈ അറ്റ് നൈറ്റ്? നിങ്ങൾ രാത്രി ആകാശം ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന്. What are the sights that can be seen in the sky during night? രാത്രി ആകാശത്ത് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? മൂണ്, സ്റ്റാർസ്, ഇതെല്ലാം കാണാം അല്ലെ. What about the sights in the sky during day time? പകൽ എന്താ കാണാൻ പറ്റുന്നത്? പകൽ നമുക്ക് സണ്ണിനെ കാണാം. In which direction can the sun be seen in the morning? പകൽ സമയത്ത് സൂര്യനെ നമുക്ക് ഏത് ഭാഗത്താ കാണാൻ കഴിയുന്നത്? ഈസ്റ്റ് സൈഡില്, കിഴക്ക് ഭാഗത്ത് അല്ലെ. ഇൻ ദ ഈവനിങ്ങിൽ എവിടെയാണ്? വെസ്റ്റ് സൈഡിലാണ്, പടിഞ്ഞാറ് ഭാഗത്താണ്. വാട്ട് ആർ ദ സ്ഫെറിക്കൽ ബോഡീസ് സീൻ ഇൻ ദ സ്കൈ? ആകാശത്ത് കാണുന്ന സ്ഫെറിക്കൽ ബോഡീസ്, അതായത് സ്ഫിയർ ഷേപ്പിലുള്ള എന്താ പറയാ വസ്തുക്കൾ എന്തൊക്കെയാണ്? സൺ ഉണ്ട്, മൂൺ ഉണ്ട്, പിന്നെ അതുപോലെ മറ്റ് പ്ലാനറ്റ്സ് ഉണ്ട്, പിന്നെ വേറെ സ്റ്റാർസും ഉണ്ട്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇൻ വിച്ച് വി ലിവ്? നമ്മൾ താമസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ ആകൃതി എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അത്. ഡസ് ദ എർത്ത് മൂവ്? എർത്ത് മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാവുന്നത്. ഹൗ ഡസ് ദ എർത്ത് മൂവ്? എർത്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എർത്ത് മൂവ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ. എർത്ത് അതിന്റെ സ്വയം ആക്സിസിൽ ഒരു സാങ്കല്പിക രേഖയുണ്ട്, അതിന്റെ സ്വയം അച്ചുതണ്ടില് കറങ്ങുകയും അതുപോലെ സൂര്യനെ, സണ്ണിനെ വലയം വെക്കുകയും ചെയ്യുന്നുണ്ട്. സ്വയം കറങ്ങുന്നുണ്ട്, സണ്ണിന് ചുറ്റും അതും കറങ്ങുന്നുണ്ട്. യു ഓൾറെഡി നോ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ. നിങ്ങൾക്കറിയാം രാവും പകലും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നല്ലേ. നോക്കൂ അവിടെ, എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ. ഡസ് ദ മൂൺ മൂവ് ലൈക്ക് ദ എർത്ത്? ഇനി എർത്ത് പോലെ തന്നെ മൂണും മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് എർത്ത് പോലെ തന്നെയാണ് മൂണും മൂവ് ചെയ്യുന്നത്. മൂണ് സ്വയം മൂവ് ചെയ്യുകയും അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുകയും അതുപോലെ എർത്തിനെ ചുറ്റി എന്താ പറയാ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Let us understand the movement of the earth around the sun and the movement of the moon around the earth by observing the figure given below. എർത്ത് സണ്ണിനെ മൂവ് ചെയ്യുന്നതും ചുറ്റുന്നതും, അതുപോലെ സണ്ണിനെ ചുറ്റും മൂവ് ചെയ്യുന്നതും, അതുപോലെ മൂണ് എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള പിക്ചർ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, സണ്ണ്, എർത്ത്, മൂന്നിനെയും കണ്ടോ? സണ്ണിനെ ചുറ്റും എർത്ത് മൂവ് ചെയ്യുന്ന ഒരു ഓർബിറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പാതയാണ് നമുക്കിവിടെ ബ്ലൂ കളറിൽ ഡോട്ടഡ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി എർത്ത് സ്വയം മൂവ് ചെയ്യുന്നതാണ് നമുക്കിതാ റെഡ് കളറിൽ തന്നിട്ടുള്ള ആ ഡോട്ട്. പിന്നെ മൂണ് എർത്തിനെ ചുറ്റുന്നതാണ് നമുക്ക് അവിടെ പർപ്പിൾ കളറിൽ തന്നിട്ടുള്ള ഈ ഡോട്ട്. മൂണ് സ്വയം മൂവ് ചെയ്യുന്നതാണ് മൂണിന് ചുറ്റുമുള്ള ആ റെഡ് കളറിൽ തന്നിട്ടുള്ള ഡോട്ട്സ്. അപ്പോ എർത്തും മൂണും സ്വയം കറങ്ങുന്നുണ്ട്, ഒപ്പം എർത്ത് സണ്ണിനെയും മൂണ് എർത്തിനെയും ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. Conduct a role play along with your classmates to demonstrate the movement of the earth around the sun and the movement of the moon around the sun. അപ്പൊ around the earth. നിങ്ങളുടെ ക്ലാസ്സിൽ 3 കുട്ടികൾ വീതമുള്ള ഗ്രൂപ്പുകളാവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരാള് സൺ ആവുക, ഒരാൾ എർത്ത് ആവുക, ഒരാൾ മൂൺ ആവുക. എന്നിട്ട് ഇതിന്റെ റൊട്ടേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൺ അവിടെ ഇങ്ങനെ നിൽക്കുക, പിന്നെ എന്ത് ചെയ്യുക? എർത്ത് സ്വയം കറങ്ങുക, എർത്താവുന്ന കുട്ടി സ്വയം കറങ്ങുക, സണ്ണിനെ ചുറ്റുകയും ചെയ്യാം. മൂണാവുന്ന കുട്ടി സ്വയം കറങ്ങുക, എർത്തിനെയും ചുറ്റുക. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
The movement of the earth in its own axis is called rotation. Earth അതിന്റെ സ്വന്തം ആക്സിസിൽ, അതായത് അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയമേ കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നാണ് വിളിക്കുക. The movement of the earth around the sun in a fixed path is known as revolution. എന്നാൽ എർത്ത് സ്വയം കറങ്ങുന്നതോടൊപ്പം ഈ സൂര്യനെ കൂടെ ചുറ്റി സഞ്ചരിക്കുന്നതിന് നമ്മൾ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാത്തിലൂടെ ആയിരിക്കും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത്. ആ ചുറ്റി സഞ്ചരിക്കുന്നതിനെ നമ്മൾ റെവല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ എന്താണ് റൊട്ടേഷനും എന്താണ് റെവല്യൂഷൻ എന്ന് മാറിപ്പോകരുത്. Construct a working model using balls of different sizes to demonstrate movement of the earth around the sun and the movement of the moon around the earth. നമ്മൾ 3 കുട്ടികൾ എർത്തും മൂണും സണ്ണുമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ 3 ഡിഫറെന്റ് സൈസിലുള്ള ബോളുകൾ എടുക്കുക. അതിലൊരു വലിയ ബോൾ സണ്ണ്, അതിലേറെ ചെറിയ ബോൾ എർത്ത്, അതിലും ചെറിയ ബോൾ എന്താക്കുക, മൂണാക്കി എടുക്കുക. എന്നിട്ട് ഇതിന്റെ കൂടെ ഈ മൂവ്മെന്റ് കാണിക്കാനായിട്ട് ഇതിന്റെയും കൂടെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കി ക്ലാസ്സിൽ വർക്കിംഗ് മോഡലാക്കിയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. The time required for one rotation of the earth is estimated as 1 day, means 24 hours. ഭൂമി ഒരു ദിവസം റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് സ്വയം കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയാ അല്ലെ. അപ്പൊ ഈ റൊട്ടേഷന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ദിവസം എടുക്കുന്നുണ്ട്, അഥവാ 24 hours എടുക്കുന്നുണ്ട്. Earth requires 1 year, means 365 quarter days to complete a revolution. എന്നാൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് സൂര്യനെ മുഴുവനായിട്ട് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അതേ സ്ഥലത്തിലേക്ക് തന്നെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് ഏകദേശം 1 year എടുക്കുന്നുണ്ട്. അതാണ് 1 year എന്ന് നമ്മൾ പറയുന്നത്. 365 days എടുക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് ഈസ് ദ റിസൾട്ട് ഓഫ് ഇറ്റ്സ് റൊട്ടേഷൻ. ഡേയും നൈറ്റും ഉണ്ടാകുന്നത്, അതായത് പകലും രാത്രിയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, സോളാർ സിസ്റ്റം. ഒബ്സർവ് ദ പിക്ചർ. നമുക്ക് താഴെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാണാം? സണ്ണുണ്ട്, സണ്ണിനോട് അടുത്ത ഒരു പ്ലാനറ്റ് മെർക്കുറി, പിന്നെ വീനസ്, ദെൻ എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ 8 പ്ലാനറ്റ്സും ഉണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എന്താ കാണാൻ പറ്റുന്നത്? സൺ ആൻഡ് സെലേഷ്യൽ ബോഡീസ് സച്ച് ആസ് പ്ലാനറ്റ്സ്. സണ്ണും അതുപോലെ പ്ലാനറ്റ്സ് പോലെയുള്ള കുറച്ച് സെലേഷ്യൽ ബോഡീസും ഉണ്ട്. സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് സണ്ണാണ് അല്ലെ. നടുവില് സണ്ണിനെയാണ് നമുക്ക് കാണുന്നത്. The 8 planets including Earth moves around the sun. എർത്ത് ഉൾപ്പെടെയുള്ള 8 പ്ലാനറ്റുകൾ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. ഈച്ച് പ്ലാനറ്റ് ഫോളോസ് ഇറ്റ്സ് ഓൺ പാത്ത് ഓർ ഓർബിറ്റ്. ഓരോ പ്ലാനറ്റും അതിന്റെ തനിയായിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഓർബിറ്റിലൂടെയാണ് അല്ലെങ്കിൽ ഒരു പാത്തിലൂടെയാണ് ഓരോ പ്ലാനറ്റും മൂവ് ചെയ്യുന്നത്. വിച്ച് ആർ ദ സെലേഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സെലേഷ്യൽ ബോഡീസ് ഏതൊക്കെ? അതായത് 8 പ്ലാനറ്റ്സ് ആണ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഇൻ ദയർ പാത്ത്. അവയുടെ പാത്തിലുള്ള, അതായത് അവ സഞ്ചരിക്കുന്ന പാത്തിലുള്ള പ്രത്യേകത എന്താണ്? ദേ ഹാവ് ഡെഫിനിറ്റ് പാത്ത്സ് അല്ലെ. അവയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു പാത്ത് ഉണ്ട്. ദ സെലേഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്ത്സ് ആർ നോൺ ആസ് പ്ലാനറ്റ്സ്. ഓക്കെ, ഒരു സൂര്യന് ചുറ്റും ഡെഫിനിറ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ളൊരു പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സെലേഷ്യൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയാം. എന്താ പറയുക, സോളാർ സിസ്റ്റത്തിൽ ഒത്തിരി സെലേഷ്യൽ ബോഡീസ് ഉണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള പാത്തിലൂടെ സഞ്ചരിക്കുന്ന സെലേഷ്യൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എത്ര പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്? 8 പ്ലാനറ്റ്സ്. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു സൺ. സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ് ഏതാണ്? മെർക്കുറിയാണ്. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാർദസ്റ്റ് ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. ഈ സണ്ണിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് പ്ലാനറ്റ്സിന്റെ പേര് എഴുതി കൊടുക്കുക. അതായത് സണ്ണിന്റെ അടുത്താര്, പിന്നെ കുറച്ച് അകലെ ആര്, അങ്ങനെ ഏറ്റവും അവസാനം ആര് എന്നുള്ള രീതിക്ക് എഴുതി കൊടുക്കുക. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, അങ്ങനെയാണ് ക്രമം വരുന്നത്. വിച്ച് സെലേഷ്യൽ ബോഡി റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സെലേഷ്യൽ ബോഡിയുടെ പേരെന്താണ്? നമുക്കറിയാം, എന്താണ് മക്കളെ? മൂണാണ് അല്ലേ. ദ സെലേഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ്സ് ആർ നോൺ ആസ് സാറ്റലൈറ്റ്സ്. അപ്പോൾ എർത്ത് ഒരു പ്ലാനറ്റ് ആണ്. ഈ പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഈ സെലേഷ്യൽ ബോഡിയാണ് മൂൺ. അപ്പൊ ഇങ്ങനെ ഈ പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുന്ന സെലേഷ്യൽ ബോഡീസിനെ നമ്മൾ സാറ്റലൈറ്റ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് എന്ത്? മൂണ്. മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. Solar system is the system which consists of the sun, the planets which revolve around the sun, satellites of these planets as well as many other celestial bodies.
സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്, സണ്ണും അതിനെ ചുറ്റും മൂവ് ചെയ്യുന്ന പ്ലാനറ്റ്സും ഈ പ്ലാനറ്റ്സിന് ചുറ്റും മൂവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സും അതുകൂടാതെ മറ്റു ഒത്തിരി സെലഷ്യൽ ബോഡീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്, സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രൂപ്പാണ് സോളാർ സിസ്റ്റം. ലെറ്റ്സ് ഹാവ് എ ട്രിപ്പ് ടു ദ സോളാർ സിസ്റ്റം. വാട്ട് സൈറ്റ്സ് ക്യാൻ വി സീ ദർ? നമ്മളൊരു സോളാർ സിസ്റ്റത്തിലേക്ക് ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ കാണാനായിട്ട് പറ്റും? സൺ ഉണ്ടാവും, പ്ലാനറ്റ്സ് ഉണ്ടാവും, സാറ്റലൈറ്റ് ഉണ്ടാവും, അതുപോലെ മറ്റ് സെലഷ്യൽ ബോഡീസും ഉണ്ടാവും. മൂൺ, സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഇനി എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് മൂണ്. അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. ഡു യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ ആകാശത്ത് മൂണിനെ കണ്ടിട്ടുണ്ടോ? യെസ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡസ് ഇറ്റ് ഹാവ് ദ സെയിം ഷേപ്പ് എവറി ഡേ ഇൻ ദ സ്കൈ? ആകാശത്ത് മൂണിന് എല്ലാ ദിവസവും ഒരേ ഷേപ്പാണോ ഉള്ളത്? അല്ല. ചില ദിവസം നമുക്ക് പൂർണ്ണമായിട്ട് വട്ടത്തിൽ വൃത്താകൃതി തന്നെ മൂണിനെ കാണാം. ചില സമയം നമ്മൾ തേങ്ങാപ്പൂള് പോലെ ഇങ്ങനെ പകുതിയൊക്കെ ആയിട്ടായിരിക്കും അല്ലേ കാണുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ? അതിനുള്ള റീസൺ എന്താണ്? നമുക്കതിനൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതിന് വേണ്ട മെറ്റീരിയൽസ് ഒരു സ്ക്വയർ കാർഡ്ബോർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ്, സ്ക്വയർ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ബോക്സ്, പിന്നെ ബോള് അല്ലെങ്കിൽ ലെമണ്, ടോർച്ച് അല്ലെങ്കിൽ മിറർ ആൻഡ് ത്രെഡ്, നൂലും. എങ്ങനെയാ ചെയ്യേണ്ടത്? ടേക്ക് എ സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ്, മേക്ക് 3 holes each having 3 centimeter size at the center of all the 4 sides of the box. Hang a ball or lemon of about 3 centimeter size in the center of the box using a thread. Through any one of these holes in the box, light up the ball or lemon using a torch or mirror. Observe through the other holes. അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അതിൻ്റെ 4 വശങ്ങളിലായിട്ട് 3 ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. 3 സെന്റിമീറ്റർ വീതമുള്ള ഓരോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ടോട്ടല് 12 ഹോൾസ് ഉണ്ടാവും ഇതിന് ചുറ്റും. എന്നിട്ട് ഒരു ബോൾ, ഏകദേശം ഒരു 3 സെന്റിമീറ്റർ സൈസുള്ള ബോൾ അല്ലെങ്കിൽ ഒരു ലെമണ് നടുവിലായിട്ട്, ഈ ബോക്സിന്റെ നടുവിലായിട്ട് ഒരു നൂല് ഉപയോഗിച്ച് കെട്ടി തൂക്കുക. എന്നിട്ട് ഈ ഓരോ ഹോളിലൂടെയും നിങ്ങൾ ടോർച്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിറർ ഉപയോഗിച്ചോ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് മൂണിനെ അല്ലെങ്കിൽ ആ ബോളിനെ അല്ലെങ്കിൽ ആ ലെമണിനെ കാണുന്നതെന്ന് എഴുതുക. അപ്പോൾ ഏകദേശം അതിന്റെ ഇല്ലസ്ട്രേഷന്റെ ഒരു പിക്ചർ നമുക്ക് അവിടെ തന്നിട്ട് നോക്കൂ. എക്സ്പെരിമെന്റ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഡ്രോ യുവർ ഒബ്സർവേഷൻസ്. ഇനി നിങ്ങൾ ഓരോ ദിവസവും 12 ദിവസം ഈ ഓരോ ഹോളിലൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ആ ഭാഗം, അത്രമാത്രം ഭാഗം പിക്ചർ ഇവിടെ വരച്ചു കൊടുക്കുക. Write an experimental note in my EVS diary. Through which hole can you see the moon completely? അങ്ങനെ 1 തുടങ്ങി ഇങ്ങനെ ഓരോ ഹോളിലൂടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏതിലാണ് നിങ്ങൾക്ക് മൂണിനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ബോളാണ് അല്ലെങ്കിൽ ഈ ലെമണാണ് നമ്മൾ മൂണായിട്ട് എന്താ പറയുക വെച്ചിട്ടുള്ളത്, മൂണിന്റെ സ്ഥാനത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതിലായിരിക്കും ഫുള്ളായിട്ട് കാണാൻ കഴിയുന്നത്? 12th നമ്പറിലായിരിക്കും, അതായത് അവസാനത്തെ ആ ഒരു ഹോളിലൂടെ ആയിരിക്കും. Through which hole can't you see the moon at all? മൂണിനെ തീരെ കാണാൻ കഴിയാത്ത ഹോൾ ഏതാണ്? അത് 1 ആണ്. ആദ്യത്തെ ഹോളിൽ നമ്മൾ നോക്കുമ്പോൾ മൂണിനെ തീരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒബ്സർവ് ദ പിക്ചർ. നോക്കൂ, നടുവിലുള്ളത് എർത്ത് ആണ്. അതിന് ചുറ്റും മൂണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൂണിനെ നമുക്ക് മുഴുവനായിട്ടും കാണാൻ പറ്റുന്ന സമയമുണ്ട്. പിന്നെ അതുപോലെ മൂണിന്റെ ചില ഭാഗം മാത്രം കാണാനായിട്ട് പറ്റുന്നതും ഉണ്ട് അല്ലേ, കുറച്ചു ഭാഗം. അതിലേറെ കൂടുതൽ. പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ള സമയത്ത് എന്താണ്, മൂണിനെ നമുക്ക് തീരെ കാണാനായിട്ട് സാധിക്കില്ല. വീണ്ടും അത് കുറഞ്ഞു വരുന്നു, ചെറിയ ചെറിയ പാർട്ടായിട്ട് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു. The full moon is the day in which the entire illuminated part of the moon is visible from the earth. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് മൂണിനെ മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റുന്ന സമയമാണ് നമ്മൾ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. Let's examine the position of the sun, the earth and the moon on a full moon day. അപ്പോൾ ഈ ഫുൾ മൂൺ ഡേയിൽ എങ്ങനെയാണ് എർത്തിന്റെയും സണ്ണിന്റെയും മൂണിന്റെയും പൊസിഷൻ വരുന്നത്? ആദ്യം സണ്ണിനടുത്ത് എർത്ത്, പിന്നെ എർത്തിനപ്പുറത്ത് മൂൺ. അതായത് സണ്ണിന്റെയും മൂണിന്റെയും ഇടയിലായിട്ട് എർത്ത് വരുന്ന സമയത്ത് എന്താവുന്നു, ഈ സൂര്യപ്രകാശം നേരിട്ട് മൂണിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എർത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മൂണിനെ എന്താണ് എന്താ പറയാ, ഇലുമിനേറ്റഡ് ആയിട്ട് അഥവാ മുഴുവനായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതാണ് ഫുൾ മൂൺ ഡേ. When the earth is in between the sun and the moon, the illuminated part of the moon is facing the earth. അതായത് മൂണിന്റെ ഇലുമിനേറ്റഡ് പാർട്ട് അഥവാ ലൈറ്റ് തട്ടുന്ന ഭാഗം, സണ്ണിന്റെ ലൈറ്റ് തട്ടുന്ന ഭാഗം നേരെ എർത്തിൽ നിന്ന് അഭിമുഖമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ ദിവസം നമുക്ക് ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. ആ ഡേ ആണ് ഫുൾ മൂൺ ഡേ. നൗ ഒബ്സർവ് ദ പിക്ചർ. ഇനി സണ്ണിനും എർത്തിനും ഇടയിൽ മൂൺ വരികയാണെന്ന് വിചാരിക്കുക.
അതായത് മൂണ് കറങ്ങി കറങ്ങി എവിടെ എത്തി? സണ്ണിന് നേരെയാണ് ഇപ്പൊ മൂണുള്ളത്. എർത്ത് മൂണ് കഴിഞ്ഞ് അപ്പുറത്താണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം സണ്ണിന്റെ പ്രകാശം നേരെ മൂണിൽ പതിക്കും. പക്ഷേ മൂണിൽ പ്രകാശം തട്ടാത്ത ആ സ്ഥലമായിരിക്കും എർത്തിന് അഭിമുഖമായിട്ട് വരുന്നത്. When the moon is in between the sun and the earth, the non-illuminated part of the moon facing the earth appears dark. സണ്ണിൽ നിന്ന് പ്രകാശം വരാത്ത ഭാഗം, അതായത് പ്രകാശം തട്ടാത്ത മൂണിന്റെ ഈ ബ്ലാക്ക് ഭാഗം കണ്ടോ, ഷെയ്ഡ് ചെയ്ത ഭാഗം, ആ ഭാഗമാണ് എർത്തിന് നേരെ വരുന്നത്. അതായത് എർത്തിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ ബ്ലാക്ക് ഭാഗമാണ് കാണുന്നത്. ചുരുക്കത്തിൽ മൂണിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, ഡാർക്ക് ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ ഡേയെ നമ്മൾ ന്യൂ മൂൺ ഡേ എന്നാണ് വിളിക്കുക. ഡേ ഇൻ വിച്ച് ദ മൂൺ ഇസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു അസ് ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ. മൂണിനെ നമുക്ക് കാണാനേ പറ്റാത്ത ദിവസത്തെ നമ്മൾ ന്യൂ മൂൺ ഡേ എന്നാണ് പറയുക. Find out the reasons for the full moon and the new moon and write it in my EVS diary. ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും ഉണ്ടാവാനുള്ള റീസൺ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. എന്താണ്? എർത്തിന്റെ മൂവ്മെന്റും, അതായത് റൊട്ടേഷൻ കൊണ്ടാണ് എന്ത് ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും ഉണ്ടാവുന്നത്. ഒബ്സർവ് ദ മൂൺ ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ട്രൈ ടു ഒബ്സർവ് ദ മൂൺ അറ്റ് ദ സെയിം ടൈം എവറി ഡേ. ഡ്രോ ദ ഷേപ്പ് ഓഫ് ദ മൂൺ സീ അറ്റ് നൈറ്റ്. നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ അറിയാം ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നതെന്ന്. അതായത് അമാവാസിയും പൗർണമിയും കേട്ടോ. അപ്പോൾ ഒരു മൂൺ എന്താ പറയുക, ന്യൂ മൂൺ ഡേയിൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ അന്ന് തുടങ്ങിയിട്ട് ഈ ഫുൾ മൂൺ ഡേ വരെയുള്ള ഓരോ ദിവസങ്ങളിലെ രാത്രി, ഇപ്പോൾ ഒരു 8 മണിയാണെങ്കിൽ 8 മണിക്ക് തന്നെ, അല്ലെങ്കിൽ 8:30 8:30 തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും എങ്ങനെയാണ് ചന്ദ്രന്റെ ഷേപ്പ് വരുന്നത് എന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് EVSന്റെ ബുക്കിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. യു ക്യാൻ ഒബ്സർവ് ദ മൂൺ യൂസിങ് ദ സ്റ്റെലേറിയം ആപ്പ് ഓൾസോ. സ്റ്റെലേറിയം ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് മൂണിനെ ഒബ്സർവ് ചെയ്യാം. അപ്പം ചിലർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൂണിനെ കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കാം വീടുണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്റ്റെലേറിയം ആപ്പ് വഴി കാണാം. ടു ദ മൂൺ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പിക്ചേഴ്സ്? ഒന്ന്, മൂണിലേക്ക് ആദ്യമായി പോയ ആള്, മൂണിൽ ആദ്യമായിട്ട് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ പിക്ചറാണ്. പിന്നെ മൂണിന്റെ സർഫസ് എങ്ങനെയാണ്, ആ പിക്ചറാണ് സെക്കൻഡ് ഉള്ളത്. തേർഡ് പിക്ചറിൽ മൂണിന്റെ സർഫസിലേക്ക് നീൽ ആംസ്ട്രോങ് അപ്പോളോ 11 നിന്ന് ലാൻഡ് ചെയ്യുന്ന പിക്ചറാണ്. ഫോർത്ത് പിക്ചർ ചന്ദ്രയാൻ 3യുടെ പിക്ചറാണ്. കളക്ട് മോർ ഇൻഫർമേഷൻസ് ബേസ്ഡ് ഓൺ ദീസ് പിക്ചേഴ്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഈ പിക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഡു യു സെലിബ്രേറ്റ് മൂൺ ഡേ ഇൻ യുവർ സ്കൂൾ? സ്കൂളിൽ നിങ്ങൾ മൂൺ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? യെസ് അല്ലേ, ചാന്ദ്രദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വാട്ട് ആക്ടിവിറ്റീസ് വർ ക്യാരിഡ് ഔട്ട് ഇൻ യുവർ സ്കൂൾ റിലേറ്റഡ് ടു മൂൺ ഡേ? കളക്ട് ദ ഡീറ്റെയിൽസ് ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ. മൂൺ ഡേക്ക് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്ന പ്രോഗ്രാംസ് എന്തൊക്കെ ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടായിരിക്കും, കൊളാഷ് മത്സരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഡ്രോയിങ് മത്സരങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ലെറ്റ് us observe the moon in the next full moon day. Use binoculars to observe the moon. Write down your observations in my EVS diary. ഇനി ഒരു അടുത്ത ഫുൾ മൂൺ ഡേ വരുന്നത് എന്നാണോ അന്ന് നിങ്ങളൊരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ട് മൂണിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിഞ്ഞുവെന്ന് നിങ്ങളുടെ EVS ഡയറിയിൽ എഴുതുക. The moon is the only celestial body that humans have ever set foot on. മനുഷ്യന് കാലുകുത്തിയ ആദ്യത്തെ സെലീഷ്യൽ ബോഡിയാണ് എന്ത്? മൂൺ എന്ന് പറയുന്നത്. ആദ്യത്തെ എന്നല്ല, ആകെ ഒരു സെലീഷ്യൽ ബോഡിയേ ഉള്ളൂ, അത് മൂണാണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദർ ആർ മെനി ഹിൽസ് ആൻഡ് craters on the moon. Even today, efforts are being made by man to know more about the mysteries related to the moon. ഈ മൂണിൽ എങ്ങനെയാണ് ഒരുപാട് കുണ്ടും കുഴിയും കുന്നുകളൊക്കെ ഹിൽസൊക്കെ ഉള്ള ഒരു സർഫസ് ആണ് മൂണിൻ്റെത്. മൂണിനെ കുറിച്ചുള്ള നിഗൂഢതകൾ അറിയാൻ, അതായത് അതുപോലെയുള്ള ഒരുപാട് സ്ട്രേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ അറിയാൻ ഇന്നും മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. മൂണിനെ കുറിച്ചുള്ള പഠനത്തെ, ശാസ്ത്രീയപരമായിട്ടുള്ള പഠനത്തെ സെലനോളജി എന്നാണ് പറയുന്നത്. The study of the surface and physical features of moon is called selenography. മൂണിന്റെ സർഫസിനെ കുറിച്ചും അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തെ സെലനോഗ്രാഫി എന്നാണ് പറയുന്നത്. കാലണ്ടർ. ഇനി എന്താണ് കാലണ്ടർ? നമുക്കറിയാം അല്ലേ എന്താണ് കാലണ്ടർ എന്ന? ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ. പക്ഷെ അതിലെങ്ങനെയാണ് ഈ ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ മന്തും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്കറിയോ? വരൂ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ കലണ്ടർ? കലണ്ടറിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ഡേറ്റും ഡേയും അറിയാൻ വേണ്ടിയിട്ടാണ് കലണ്ടർ യൂസ് ചെയ്യാം.
റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഇംഗ്ലീഷ് മന്ത്സ് യൂസിങ് ദ കാലണ്ടർ ഇൻ യുവർ ക്ലാസ് റൂം. കലണ്ടറിലുള്ള ഇംഗ്ലീഷ് മന്ത്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇൻ വിച്ച് മന്ത് ഓഫ് ദ ഇംഗ്ലീഷ് കലണ്ടർ ഡസ് ടുഡേ ഒക്കർ? ഇന്നത്തെ ദിവസം ഇംഗ്ലീഷ് കലണ്ടറിലെ ഏത് മാസമാണ് വരുന്നത്? ജാനുവരി മന്താണ്. ലൈക്വൈസ് യു നോ ദാറ്റ് ദർ ആർ മലയാളം മന്ത്സ് ഓൾസോ. ഈ ഇംഗ്ലീഷ് മന്ത്സ് കൂടാതെ അതിലെന്തുണ്ട്? മലയാളം മാസങ്ങളും ഉണ്ട്. ലെറ്റ് സിംഗ് എ സോങ് ഇൻക്ലൂഡിംഗ് ദ നെയിംസ് ഓഫ് മലയാളം മന്ത്സ്. മലയാള മാസങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മലയാള മാസങ്ങളുടെ പേര് പഠിക്കാനും എളുപ്പമാവും. മന്ത്സ് ആൻഡ് റെയിൻ, മാസങ്ങളും മഴയും. ചിന്നി ചിന്നി ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ, നോക്കി തുലാമഴ, വൃശ്ചികമായ വിരുമഴ, ധനുമകരത്തിൽ മഞ്ഞുമഴ, കുംഭം മീനം ആവിമഴ, മേടം നേടി പുതിയ മഴ, പുതുവർഷത്തിൽ ഹർഷമഴ, ഇടിപൊടി ഇടിപൊടി ഇടവമഴ, ധിമിധിമി തദ്ധിമി മിഥുനമഴ, തക്കിട തരികിട കർക്കിടക, തിരിമുറിയാതൊരു വികൃതി മഴ. നോക്കൂ, അപ്പോൾ ഈ പദത്തിൽ മലയാളം മന്ത്സിന്റെ നെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദ മന്ത്സ് മെൻഷൻ ഇൻ ദ സോങ്? ഈ സോങ്ങിൽ ഇൻക്ലൂഡ് ചെയ്ത മലയാളം മന്ത്സ് എന്തൊക്കെയാണ്? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ദീസ് ആർ ദ മലയാളം മന്ത്സ് ദറ്റ് കം അണ്ടർ ദ കൊല്ലവർഷ കലണ്ടർ. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് കലണ്ടർ പറഞ്ഞു, അതുപോലെ തന്നെ മലയാള മാസങ്ങളെ കൊല്ലവർഷ കലണ്ടർ എന്നാണ്, കൊല്ലവർഷം എന്നാണ് പറയുക. കൊല്ലവർഷ കലണ്ടറിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മലയാള മാസങ്ങളെ നമ്മൾ കൊല്ലവർഷം എന്നാണ് കലണ്ടറിൽ സൂചിപ്പിക്കുന്നത്. നെയിം ദ മലയാളം മന്ത്സ് ബൈ റെഫറിംഗ് ദ കലണ്ടർ. ഇൻ വിച്ച് മന്ത് ഓഫ് ദ കൊല്ലവർഷ കലണ്ടർ ഡസ് ടുഡേ ഒക്കർ? ഇന്ന് കൊല്ലവർഷ കലണ്ടറിൽ ഏത് മാസമാണ്? ധനു ആണ് കേട്ടോ വരുന്നത്. നൗ ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂബി ആൻഡ് സൂര്യ. ജൂബിയും സൂര്യയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കൂ. ജൂബി, ഇറ്റ് ഈസ് മാർക്ഡ് ആസ് ശകവർഷം ഇൻ ദിസ് കലണ്ടർ. കലണ്ടറിൽ ഇംഗ്ലീഷ് മന്ത്സും കൊല്ലവർഷവും കൂടാതെ ശകവർഷം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ് സൂര്യ, ഹിജറ വർഷം ഈസ് ഓൾസോ മാർക്ഡ് ഹിയർ. ശകവർഷം മാത്രമല്ല ഹിജറ വർഷവും ഉണ്ട്. Let's examine the numbers in a column of the calendar for the month of November 2025 to clarify the doubts of Jubi and Surya. ഇപ്പോൾ 2025 നവംബർ മന്തിലെ ഒരു ഡേറ്റ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ, അതിൽ നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് കാണാം. 24 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 8 ഉണ്ട്. വിച്ച് ഈസ് ദ ഡേറ്റ് ഇൻ ദ കോളം ഗിവൺ ബിബവ്? മുകളിൽ തന്നിരിക്കുന്ന കോളത്തിലെ ഏത് ഡേറ്റാണ് നമ്മൾ ശരിക്കും പറയുന്നത്? ഈ വലിയ ലെറ്ററിൽ എഴുതിയിട്ടുള്ള 24 ആണ് നമ്മൾ ഡേറ്റ് ആയിട്ട് പറയാറുള്ളത്. അതായത് നവംബർ 24 എന്നല്ലേ പറയാ. അപ്പൊ അതാണ് ആ ഡേറ്റ് ആണ് നമ്മൾ പറയാറുള്ളത്. വിച്ച് ആർ ദ അതർ നമ്പേഴ്സ് ഇൻ ദ കോളം? വാട്ട് ഡു ദേ റെപ്രസെന്റ്? അത് കൂടാതെയുള്ള മറ്റ് നമ്പേഴ്സ് ഏതൊക്കെ? അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെ? അപ്പൊ 24 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കലണ്ടറിനെ ആസ്പദമാക്കിയാണ്, അഥവാ ഗ്രിഗോറിയൻ കലണ്ടറിനെ ആസ്പദമാക്കിയാണ് 2025 നവംബർ. 8 എന്ന് കണ്ടോ? 8 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അത് കൊല്ലവർഷമാണ്. നമ്മൾ പറഞ്ഞു മലയാള മാസങ്ങളെയാണ് കൊല്ലവർഷം എന്ന് പറയാ. കൊല്ലവർഷം 1201 വൃശ്ചികം. പിന്നെ 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? അത് ശക ഇയർ ആണ്. ശക ഇയർ 1947 അഗ്രഹായന. ദെൻ 2 എന്ന് എഴുതിയിരിക്കുന്നത് ഹിജറ ഇയർ ആണ്, അറബിക് ഇയർ ആണ് കേട്ടോ ഹിജറ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 1447 ജമാദുൽ ആഖിർ ആണ്. The other numbers given in smaller font size in the column of the English calendar represents the day in കൊല്ലവർഷം, ശക ഇയർ ആൻഡ് ഹിജറ ഇയർ. നമ്മളുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ വലിയ നമ്പറിലല്ലാതെ ചെറിയ നമ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ 3 നമ്പേഴ്സ് ശകവർഷം, കൊല്ലവർഷം, ഹിജറ വർഷം, ഈ 3നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഒബ്സർവ് ടുഡേസ് ഡേറ്റ് ഇൻ ദ കലണ്ടർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് ഇയർ, മന്ത്, ഡേ, ഓരോ കലണ്ടറിലെയും ഇയർ, മന്ത്, ഡേ ആണ് കൊടുക്കേണ്ടത്. അത് ഇന്നത്തെ ഡേറ്റ് എന്താണോ അതിനനുസരിച്ച്. അപ്പം ഞാൻ ജാനുവരി 6 എടുക്കുന്നത് 2026. അത് ഗ്രിഗോറിയൻ ഇയർ ആണെങ്കിൽ, അതായത് ഇംഗ്ലീഷ് ഇയർ ആണെങ്കിൽ ഇയർ 2026, മന്ത് ജാനുവരി, ഡേ 6. ഇനി കൊല്ലവർഷം മലയാള മാസങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കൊല്ലവർഷം. അതാണെങ്കിൽ ഇയർ 1201, മന്ത് ധനു, ഡേ 2022. മൂന്നാമത്തെ കലണ്ടർ ശക ഇയർ ആണ്. ശക ഇയർ വരുന്നത് 1947 ആണ്. മന്ത് വിശ്വവാസു, ദെൻ ഡേ വരുന്നത് 17. ഹിജ്റ ഇയർ ആണെങ്കിൽ 1447, റജബ് മന്താണ്, ഡേ 17 ആണ്. അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ. മാർക്ക് ട്രൂ ഓർ ഫോൾസ് യൂസിങ് ടിക്ക് ഓർ ക്രോസ് സിംബൽസ്. ശരിയോ തെറ്റോ എന്നുള്ളത് ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ക്രോസ് സിംബലോ യൂസ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക. 1. Each calendar has months with different names.
ഓരോ കലണ്ടറിലും വ്യത്യസ്ത പേരുകളിലുള്ള മന്ത്സ് ഉണ്ട്, മാസങ്ങളുണ്ട്. യെസ്, ട്രൂ ആണ്. ഇംഗ്ലീഷ് കലണ്ടറിൽ അതിൻ്റെതായിട്ടുള്ള മാസങ്ങളുണ്ട്, ഹിജറ കലണ്ടറിൽ അതിൻ്റെതായിട്ടുള്ള മാസങ്ങളുണ്ട്, ശക കലണ്ടറിലും കൊല്ലവർഷമാണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മാസങ്ങളുണ്ട്. ഡിഫറെന്റ് നെയിംസ് ആണ് ഉള്ളത്. 2. The number of months in the കൊല്ലവർഷ calendar and Gregorian calendar are different. കൊല്ലവർഷ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും, അതായത് ഇംഗ്ലീഷ് മാസങ്ങളും മലയാള മാസങ്ങളുടെയും ഇംഗ്ലീഷ് മാസങ്ങളുടെയും നമ്പർ ഡിഫറെൻ്റ് ആണ്. നമ്പർ ഓഫ് മന്ത്സ് ഡിഫറെൻ്റ് ആണ്. അത് തെറ്റാണ്. രണ്ടിലും 12 മന്ത്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3. ശക ഇയർ ഈസ് അനദർ നെയിം ഓഫ് കൊല്ലവർഷം. കൊല്ലവർഷത്തിന്റെ മറ്റൊരു പേരാണ് ശകയർ. അതും തെറ്റാണ്. മലയാള മാസത്തിന്റെ മറ്റൊരു പേരാണ്, മലയാള വർഷത്തിന്റെ മറ്റൊരു പേരാണ് കൊല്ലവർഷം. Then 4. English calendar is also known as Gregorian calendar. ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. യെസ്, അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. 5. മലയാളം മന്ത്സ് കം അണ്ടർ കൊല്ലവർഷം. മലയാളം മന്ത്സ് കൊല്ലവർഷത്തിന്റെ കീഴിലാണ് വരുന്നത്. യെസ്, അത് ട്രൂ ആണ് അല്ലേ. കൊല്ലവർഷം എന്ന് പറയുന്നത് മലയാളം മന്ത്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർഷമാണ്. യൂസിങ് കലണ്ടർ ഓഫ് ദ കറണ്ട് ഇയർ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ മന്ത്സ് ഓഫ് ഇംഗ്ലീഷ് കലണ്ടർ ആൻഡ് കൊല്ലവർഷ കലണ്ടർ. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷ് കലണ്ടറിലും കൊല്ലവർഷ കലണ്ടറിലും എത്ര ഡേറ്റ് ഉണ്ട് എന്നാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നോക്കൂ, ആദ്യം നമുക്ക് ഇംഗ്ലീഷ് കലണ്ടർ നോക്കാം. ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇനി മലയാളം മന്ത്സ്, കൊല്ലവർഷത്തിലെ മന്ത്സ് നോക്കാം. ചിങ്ങം 31, കന്നി 31, തുലാം 30, വൃശ്ചികം 30, ധനു 29, മകരം 30, കുംഭം 30, മീനം 31, മേടം 31, ഇടവം 31, മിഥുനം 32, കർക്കിടകം 31. അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ലെറ്റ്സ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ കംപ്ലീറ്റഡ് ടേബിൾ. ഈ ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇൻ വിച്ച് മന്ത് ഡസ് ദ മലയാളം ഇയർ കൊല്ലവർഷം ബിഗിൻ. കൊല്ലവർഷം തുടങ്ങുന്ന മന്ത് ഏതാണ്? ചിങ്ങമാണ്. വിച്ച് മന്ത് ഇൻ ദ ഇംഗ്ലീഷ് ഇയർ ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്. ഇംഗ്ലീഷ് മാസത്തിലെ ഏത് ദിവസമാണ് ഏറ്റവും കുറവ് ഡേയ്സ് ഉള്ളത്, ദിവസങ്ങളുള്ളത്? സിമ്പിൾ ആണ്, ഫെബ്രുവരി ആണ് അല്ലേ. ഫെബ്രുവരിയിൽ 28 ഉള്ളൂ. ലീപ്പ് ഇയർ ആണെങ്കിൽ 29. എന്നാലും കുറഞ്ഞ ഡേയ്സേ ഉള്ളൂ. ഒരു ഡേ അല്ലെങ്കിൽ 2 ഡേ ഒക്കെ 3 ഡേ ഒക്കെ കുറവുണ്ട്. സോ ഫെബ്രുവരി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മന്ത്സ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം. ഇംഗ്ലീഷ് കലണ്ടറിലും കൊല്ലവർഷം കലണ്ടറിലും സെയിം ഡേറ്റ് വരുന്ന, അതായത് സെയിം നമ്പർ ഓഫ് ഡേയ്സ് വരുന്ന ഏതൊക്കെ മന്ത്സ് ഉണ്ട്? ഇപ്പോൾ ഗ്രിഗോറിയനിലാണെങ്കിൽ ജനുവരി, കൊല്ലവർഷത്തിലാണെങ്കിൽ ചിങ്ങം, അത് രണ്ടും 31 ആണ് വരുന്നത്. അതുപോലെ ജൂണ് മകരം, രണ്ടും 30 ഡേയ്സ് ഉള്ളൂ. ഒക്ടോബർ ഇടവം, രണ്ടും 31 ഡേയ്സ് ഉള്ളൂ. ഡിസംബർ കർക്കിടകം, രണ്ടും 31 ഡേയ്സ് ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നോക്കൂ, വിച്ച് മന്ത്സ് ഹാവ് 31 ഡേയ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കലണ്ടറിൽ 31 ദിവസങ്ങളുള്ള എത്ര ഡേയ്സ് ഉണ്ട്? ഏതൊക്കെ മന്ത്സ് ഉണ്ട്? വിച്ച് ആർ ദ മന്ത്സ് വിത്ത് 30 ഡേയ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ ഇയറിൽ 30 ഡേയ്സ് ഉള്ള ഏതൊക്കെ മന്ത്സ് ഉണ്ട്? വിച്ച് മന്ത്സ് ഹാസ് 32 ഇയേഴ്സ് ഓഫ് ദ 32 ഡേയ്സ് ഓഫ് ദ ഇയർ ഇൻ കൊല്ലവർഷം. കൊല്ലവർഷം കലണ്ടറിൽ 32 ഡേയ്സ് ഉള്ള ഒരു മന്ത് ഏത്? വിച്ച് മന്ത് ഹാവ് 31 ഡേയ്സ് ഇൻ കൊല്ലവർഷം. കൊല്ലവർഷത്തിൽ 31 ഡേയ്സ് ഉള്ള മന്ത്സ് ഏതൊക്കെ? ഡിവൈഡിങ് ദ ക്ലാസ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, കണ്ടക്ട് ക്വിസ് ബേസ്ഡ് ഓൺ ദീസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സിനെ ഗ്രൂപ്പുകളാക്കി തിരിക്കുക, എന്നിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുക. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, ലോജിക്കലി കണക്ട് ദ ടേംസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, നവംബർ, പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം, റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, 1 ഇയർ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. അത്രയാണ് ഒരു കോളത്തിലുള്ളത്. നെക്സ്റ്റ് കോളത്തിൽ 24 hours, 365 ക്വാർട്ടർ ഡേയ്സ്, ജൂപ്പിറ്റർ, 30 ഡേയ്സ്, മൂൺ, 8. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് പരസ്പരം എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് കണക്ട് ചെയ്യാം. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂൺ ആണ്. നവംബർ എത്ര ഡേയ്സ് ഉണ്ട്? 30 ഡേയ്സ്. പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം, എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സോളാർ സിസ്റ്റത്തിൽ? 8 ആണ്. റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, എത്രയാണ് എർത്തിന് റൊട്ടേഷൻ ചെയ്യാൻ എടുക്കേണ്ട സമയം? 24 hours ആണ്. 1 ഇയർ എന്ന് വെച്ചാൽ 365 ഡേയ്സ് ആണ്. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. ക്വസ്റ്റ്യൻ 2 ഒരു പസിലാണ്. കംപ്ലീറ്റ് ദ പസിൽ ആൻഡ് പ്രിപ്പയർ യുവർ ഓൺ പസിൽസ് ഫ്രം ദ യൂണിറ്റ്. പസിൽ പ്രിപ്പയർ, ഈ പസിൽ തന്നിട്ടുള്ള പസിൽ ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ യൂണിറ്റിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പസിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ പസിൽ ഉണ്ടാക്കുന്നത് മക്കൾ അതിനനുസരിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളൊന്ന് പസിലിലെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പസിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം.
ഫസ്റ്റ് ഡൗൺവേർഡ് ആണ്, അതായത് താഴേക്കാണ് ഫില്ല് ചെയ്യേണ്ടത്. നോക്കൂ, 1 ദ ഡേ ഇൻ വിച്ച് വി കാൺ സീ ദ മൂൺ അറ്റ് ഓൾ. മൂണിനെ നമുക്ക് തീരെ കാണാൻ കഴിയാത്ത ഡേ എന്താണ്? ന്യൂ മൂൺ ഡേ ആണ്. 2 ദ പ്ലാനറ്റ് വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു എർത്ത്. എർത്തുമായിട്ട് ഏറ്റവും അടുത്ത് കാണുന്ന പ്ലാനറ്റ് ഏത്? വീനസ് ആണ് ആൻസർ. 3 ദ മൂവ്മെന്റ് ഓഫ് സെലീഷ്യൽ ബോഡീസ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഒരു സെലീഷ്യൽ ബോഡി അതിന്റെ മൂവ്മെന്റ് അതിന്റെ തന്നെ ആക്സിസിൽ നിന്നുകൊണ്ടുള്ള അതിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരെന്ത്? എന്താണ്? റൊട്ടേഷൻ ആണ്. 4 ദ സെലീഷ്യൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത്. സണ്ണിന് ചുറ്റും ഒരു ഡെഫിനിറ്റ് പാത്തിൽ, കൃത്യമായിട്ടുള്ള ഒരു പാതയിലൂടെ റിവോൾവ് ചെയ്യുന്ന സെലീഷ്യൽ ബോഡീസിനെ വിളിക്കുന്ന പേര് പ്ലാനറ്റ്സ് എന്നാണ്. 6 ദ പ്ലാനറ്റ് ഇൻ വിച്ച് വി ലിവ്. നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റിന്റെ പേരെന്ത്? എർത്ത് എന്നാണ്. 7 ദ മലയാളം മന്ത് ഇൻ വിച്ച് വി സെലിബ്രേറ്റ് വിഷു. നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്ന മലയാളം മന്ത് ഏതാണ്? മേടമാണ്. മേടമാസത്തിലാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. 8 എ മന്ത് ഇൻ കൊല്ലവർഷം. കൊല്ലവർഷത്തിലുള്ള ഒരു മന്ത്. 8 താഴേക്ക് നമുക്ക് കന്നിയാണ്. 9 നോക്കൂട്ടോ, അതിൻ്റെ ലെറ്റേഴ്സൊക്കെ എഴുതി നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. 9 ദ മന്ത് ഇൻ വിച്ച് ദ സ്കൂൾസ് ഓപ്പൺസ് ഇൻ കേരള. കേരളത്തിലെ സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്ന മന്ത് ജൂൺ ആണ്. 10 ദ ഫസ്റ്റ് മന്ത് ഇൻ ദ ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മന്ത് ജാനുവരിയാണ്. ഇനി നമുക്ക് അക്രോസ് നോക്കാം, അതായത് നേരെ നോക്കാം. 5 ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. മൂണിനെ മുഴുവനായിട്ടും നല്ല പ്രകാശപൂരിതമായിട്ട് കാണുന്ന ഡേയെ വിളിക്കുന്ന പേര് ഫുൾ മൂൺ ഡേ ആണ്. 11 ദ പ്ലാനറ്റ്. മാർസ് ആണ് ഒരു പ്ലാനറ്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. 12 ദ മൂവ്മെന്റ് ഓഫ് സെലീഷ്യൽ ബോഡീസ് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റുമുള്ള സെലീഷ്യൽ ബോഡീസ് മൂവ്മെന്റിനെ പറയുന്ന പേര് റെവല്യൂഷൻ എന്നാണ്. 13 ദ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ സാറ്റലൈറ്റിന്റെ പേര് മൂണ് എന്നാണ്. 14 ദ സെലീഷ്യൽ ബോഡി ദാറ്റ് മൂവ്സ് അറൌണ്ട് എ പ്ലാനറ്റ്. ഒരു പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുന്ന സെലീഷ്യൽ ബോഡിയെ പറയുന്ന പേര് സാറ്റലൈറ്റ് എന്നാണ്. 15 ദ പ്ലാനറ്റ് വിത്ത് റിങ്സ് ഉള്ള വട്ടങ്ങളുള്ള പ്ലാനറ്റ്. ഒരു പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ ആണ് റിങ്സ് ഉള്ള പ്ലാനറ്റ്. സാറ്റേണിന്റെ പിക്ചർ കണ്ടാൽ നമുക്കറിയാം അറൌണ്ട് സാറ്റേൺ എന്താണ്? റിങ്സ് ഉണ്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 3 യൂസിംഗ് ദ കാലണ്ടർ ഐഡന്റിഫൈ ഇൻ എനി വൺ ഓഫ് ദ മന്ത്സ് ഇൻ വിച്ച് ദ ഡേയ്സ് മാർക്ഡ് ആസ് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേ. കാലണ്ടർ നോക്കുക, എന്നിട്ട് അതിൽ ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും വരുന്ന ഡേയ്സ് ഏതൊക്കെയെന്ന് മാർക്ക് ചെയ്യുക. ഫുൾ മൂൺ ഡേയ്സ് വരുന്നത് ഫെബ്രുവരി 1, മാർച്ച് 3, ഏപ്രിൽ 1, മെയ് 31, June 29, July 29, August 28, September 26, October 26, November 24, December 23. Then new moon days വരുന്നത് January 18, February 17, March 19, April 17, then May 16, June 14, July 14, August 12, September 11, October 10, November 8 and December 8. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടോ മക്കളെ നമ്മൾ ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററും അതുപോലെ അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്